കാർബോറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിക്ക് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് മണിയാർ ജലവൈദ്യുത പദ്ധതി. 30 വർഷത്തേക്കുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള അനുമതിയാണ് KSEB ഈ കമ്പനിക്ക് നൽകിയിരുന്നത്. 1994 വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങിയ പദ്ധതി 2024 ഡിസംബർ 30 KSEBക്ക് തിരിച്ചു നൽകണം എന്നാണ് കരാർ. എന്നാൽ ഇനിയും 25 വർഷവും കൂടി ഈ സ്വകാര്യ കമ്പനിക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കരാർ പുതുക്കി നൽകണം എന്നാണ് കേരള സർക്കാരിന്റെ തീരുമാനം. നിയമലംഘനം നടത്തിയ കാർബോറണ്ടം കമ്പനിക്ക് ഒരു കാരണവശാലും കരാർ നീട്ടി നൽകാൻ പാടില്ല എന്നും പദ്ധതി KSEBക്ക് തിരിച്ചു കിട്ടണം എന്നുമാണ് KSEB വാദിക്കുന്നത്. എന്താണ് സർക്കാർ ഇങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം? എന്താണ് ഇപ്പോഴുള്ള ഈ വിവാദം? എന്താണ് ഈ പദ്ധതി? കാർബോറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് നടത്തിയ നിയമലംഘനം എന്താണ്? ഈ പദ്ധതി കൊണ്ട് KSEBക്കുണ്ടായ ലാഭനഷ്ടങ്ങൾ എന്തെല്ലാം? ഈ പദ്ധതി കൊണ്ട് കാർബോറണ്ടം എന്ന സ്വകാര്യ കമ്പനിക്കുണ്ടായ ലാഭം എത്രയാണ്? ഇത് സാധാരണക്കാരായ ജനങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക? ഇതുപോലെ എത്ര പദ്ധതികൾ കേരളത്തിലുണ്ട്? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. 1990കളിൽ ഇന്ത്യയിൽ ആരംഭിച്ച ഒരു സംവിധാനമാണ് ക്യാപ്റ്റീവ് പവർ പ്രോജക്റ്റ് അഥവാ CPP. ക്യാപ്റ്റീവ് പവർ പ്രോജക്റ്റിന്റെ പ്രധാന ഉദ്ദേശം വ്യവസായങ്ങൾക്കും കമ്പനികൾക്കും അവരുടെ വൈദ്യുതി ആവശ്യങ്ങൾക്കായുള്ള സ്വയം വൈദ്യുതി ഉൽപാദനം നടത്തുവാനും വിതരണ കാര്യക്ഷമത കൈവരിക്കാനും ആന്തരിക ആവശ്യങ്ങൾ നിറവേറ്റാനും സഹായിക്കുന്നതാണ്. കാർബൺ കുറവ്, സുസ്ഥിര ഉൽപാദനം, അനുകൂല സാമ്പത്തിക കാര്യക്ഷമത എന്നിവയ്ക്കായി ക്യാപ്റ്റീവ് പവർ മേഖല വികസിതാകുകയാണ്. ക്യാപ്റ്റീവ് പവർ പ്രോജക്റ്റ്, പ്രൊസ്യൂമർ, ഇൻഡിപെൻഡന്റ് പവർ പ്രൊഡ്യൂസർ അഥവാ IPP എന്നിവ വൈദ്യുതി ഉൽപാദനത്തിലും ഉപയോഗത്തിലും വിവിധ സ്വഭാവങ്ങളുള്ള ആശയങ്ങളാണ്. ക്യാപ്റ്റീവ് പവർ പ്രോജക്റ്റ് എന്നാൽ വലിയ വ്യവസായങ്ങൾക്ക് കമ്പനി തന്നെ വൈദ്യുതി ഉൽപാദനത്തിനുള്ള തങ്ങളുടെ ആവശ്യങ്ങൾക്കായി പ്ലാന്റിന്റെ നിർമ്മാണം, നടത്തിപ്പ്, ഉൽപാദനം, ഉപയോഗം എന്നിവ കൈകാര്യം ചെയ്യുന്നു. പൊതുവായ വൈദ്യുതി ഗ്രിഡിൽ നിന്നും ആശ്രയിക്കേണ്ടതില്ല. പ്രൊസ്യൂമർ ഉൽപാദനവും ഉപയോഗവും ഉൽപ്പാദിപ്പിച്ച അധിക വൈദ്യുതി വിൽക്കുക എന്ന ഉദ്ദേശത്തോടെ സോളാർ പാനലുകൾ സ്ഥാപിച്ച സ്ഥാപനങ്ങൾ, വീടുകൾ പോലെ. ഇൻഡിപെൻഡന്റ് പവർ പ്രൊഡ്യൂസർ അഥവാ IPP പൊതുവായ ആവശ്യങ്ങൾക്കായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിൽക്കുക. വിപണിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഡിസ്കോമുകൾക്ക് അല്ലെങ്കിൽ ഗ്രിഡുകൾക്ക് വിൽക്കുന്നു. ആഭ്യന്തര ഉപയോഗമില്ലാത്ത പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള വ്യവസായ മാർഗം. NTPC പവർ പ്ലാന്റുകൾ, ടാറ്റ പവർ പോലെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മറ്റ് ഉപഭോക്താക്കൾക്കാണ് വിതരണം ചെയ്യുന്നത്. എന്താണ് മണിയാർ പദ്ധതി? ക്യാപ്റ്റീവ് പവർ പ്രോജക്റ്റ് അഥവാ CPP പ്രകാരം 30 വർഷ കാലാവധിക്ക് KSEB കാർബോറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിക്ക് നൽകിയ മണിയാർ ഡാം നിർമ്മാണവും അവിടുത്തെ ജലസ്രോതസ്സും അത് ഉപയോഗിച്ചുള്ള വൈദ്യുതി ഉൽപാദന അവകാശങ്ങളുമാണ്. 2024 ഡിസംബർ 30 അതിന്റെ കാലാവധി തീരുന്നത്. ക്യാപ്റ്റീവ് പവർ പ്രോജക്റ്റ് പദ്ധതി പ്രകാരം 30 വർഷത്തെ കാലാവധി കഴിഞ്ഞാൽ പദ്ധതി പൂർണ്ണമായും KSEBക്ക് വിട്ടു നൽകണമെന്നാണ് കരാർ. ഈ വിഷയത്തിൽ, ഈ പദ്ധതിയിലാണ് ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മണിയാർ ജലവൈദ്യുത പദ്ധതി ഒരു ടെയിൽ റൈസ് പദ്ധതിയുടെ ഭാഗമാണ്. ശബരിമല തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഭാഗമായുള്ള ശബരി നദി എന്ന് വിളിക്കപ്പെടുന്ന പമ്പ നദിയിലാണ് കക്കി ഡാം സ്ഥിതി ചെയ്യുന്നത്. കക്കി ഡാമിലെ വെള്ളം ഉപയോഗിച്ചാണ് 240 മെഗാവാട്ട് വൈദ്യുതി നിലയമായ പമ്പ 1 പ്രവർത്തിക്കുന്നത്. പമ്പ 1 വൈദ്യുതി നിലയത്തിൽ ഉപയോഗിക്കപ്പെടുന്ന വെള്ളം ഉപയോഗിച്ചാണ് പമ്പ 2 വൈദ്യുതി നിലയത്തിൽ നിന്നുള്ള 25 മെഗാവാട്ട് ഉൽപാദനം നടത്തുന്നത്. പമ്പ 2 നിന്നുള്ള ടെയിൽ റൈസ് വെള്ളം മണിയാർ ഡാമിൽ എത്തുന്നു. അവിടെ നിന്ന് 12 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള വൈദ്യുതി നിലയം ഉപയോഗിച്ചാണ് കാർബോറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് കമ്പനി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നത്. എന്താണ് ഇപ്പോഴുള്ള വിവാദം? ഈ കരാർ പ്രകാരം 2024 ഡിസംബർ 30 കാലാവധി അവസാനിക്കുമെങ്കിലും ഇനിയും ഒരു 25 വർഷവും കൂടി ഇതേ കമ്പനിക്ക് ഇതേ നിലവാരത്തിൽ തന്നെ ഈ പദ്ധതി തുടരാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവാദത്തിന് കാരണമാകുന്നത്. 2020 ഒക്ടോബറിലാണ് KSEBക്കും സർക്കാരിനും ഈ കമ്പനി ഈ പദ്ധതി നീട്ടിക്കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകുന്നത്. കഴിഞ്ഞ 2 വർഷത്തിൽ കൂടുതലായി ഈ വിഷയം കേരള സർക്കാരിന്റെ മുന്നിലുണ്ട്. 2022 മുതൽ പ്രതിസന്ധിയിലുള്ള ഈ വിഷയത്തിലുള്ള ചർച്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു നിലപാടും ഉണ്ടായിട്ടില്ല. ഈ പദ്ധതി തിരിച്ചെടുക്കണമെന്നാണ് KSEBയുടെ നിലപാട്. പക്ഷേ സർക്കാരിന്റെ തീരുമാനം മറ്റൊന്നായി മാറുകയാണ്.
ഈ കമ്പനിക്ക് തന്നെ ഈ പദ്ധതി 25 വർഷവും കൂടി തുടരാൻ അനുവദിക്കുക എന്നുള്ളതാണ് വ്യവസായ വകുപ്പിന്റെ പ്രത്യേക താല്പര്യം. ഇതാണ് ഇപ്പോൾ വിവാദമായത്. വ്യവസായ വകുപ്പിന്റെ അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം മുഖ്യമന്ത്രി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇത്രയേറെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന KSEBയുടെ വാദങ്ങൾ കേൾക്കാതെ കമ്പനി പറയുന്നത് മാത്രം വിശ്വസിച്ച് കേരള സർക്കാർ ഈ തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് പ്രത്യേകമായി എന്തെങ്കിലും കാരണം ഉണ്ടാകണം. കരാർ പുതുക്കുന്നതിന് കാരണമായി സർക്കാർ കണ്ടെത്തുന്ന വിചിത്രമായ കുറെ വാദങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ കമ്പനി ഇനി പുതിയ കമ്പനികൾ തുടങ്ങാൻ പോകുന്നു എന്നാണ് ഇതിന് പറയുന്നത്. 10ഓളം പുതിയ കമ്പനികൾ തുടങ്ങുമെന്നാണ് അവകാശവാദം. വെറും ഈ അവകാശവാദങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് ധനകാര്യ വകുപ്പും കേരള സർക്കാരും ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പുതിയ കരാർ വ്യവസ്ഥയനുസരിച്ച് പുതിയ വ്യവസായങ്ങൾ തുടങ്ങിയില്ല എങ്കിൽ ഈ കരാർ റദ്ദ് ചെയ്യുമെന്ന ഒരു ക്ലോസും കരാറിൽ ഉള്ളതായി നമുക്കറിയില്ല. കേരളം വ്യവസായ സൗഹൃദമാക്കാൻ സർക്കാർ എടുക്കുന്ന നിലപാടുകളുടെ ഭാഗമാണ് എന്നാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത്. വ്യവസായം കൊണ്ടുവരാൻ ഈ നാടിന്റെ സ്വത്ത് മുഴുവൻ കമ്പനികൾക്ക് കൊടുക്കണമെന്നുള്ള വിചിത്രമായ വാദം എങ്ങനെയാണ് നമ്മുടെ യുക്തിക്ക് നിരക്കുന്നത്? ഇവിടെ വൈദ്യുതിയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പൊതുജനങ്ങളുടെ സ്വത്തുക്കൾ കമ്പനികൾക്ക് ലഭിക്കാത്തത് കൊണ്ടല്ല ഇവിടെ വ്യവസായങ്ങൾ വളരാത്തത് എന്നും ഇവിടെ ഉണ്ടായിരുന്ന വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയത് എന്നും പഴയകാല ചരിത്രങ്ങൾ പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതിയുടെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് കേരളത്തിന്റെ വൈദ്യുതി ഉൽപാദന വിതരണ രംഗത്തുള്ള ലൈസൻസിയായ KSEBയുടെ കെടുകാര്യസ്ഥതയും പിടിപ്പുകേടിന്റെയും ഫലമായി സംഭവിച്ചതുമാണ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ ഭരണകൂടം KSEBക്ക് അനുകൂലമായി നിന്ന് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതിന് പകരം കുത്തക വ്യവസായങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത് വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. 2018 പ്രളയത്തിൽ ഈ പദ്ധതിക്കും ഡാമിനും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് KSEBയോടും കേരള സർക്കാരിനോടും ഈ കമ്പനി ആവശ്യപ്പെട്ടതിന്റെ പരിണിതഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഡാമും ഈ വൈദ്യുതി ഉൽപാദന അധികാരവും 25 വർഷവും കൂടി നീട്ടി നൽകാൻ തീരുമാനിച്ചത്. നാളിതുവരെയായി KSEBയുടെ തന്നെ ഡാറ്റകളും അല്ലെങ്കിൽ കാർബോറാണ്ടം യൂണിവേഴ്സിറ്റി ലിമിറ്റഡ് KSEB കൊടുത്തിട്ടുള്ള ഡാറ്റകളും വെച്ചിട്ടോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 2018 പ്രളയത്തിൽ ഈ പ്രദേശത്തോ ഈ ഡാമിന്റെ ഭാഗത്തോ യാതൊരു വിധത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നും വൈദ്യുതി ഉൽപാദനത്തിന് ഒരു ദിവസം പോലും കുറവ് സംഭവിച്ചിട്ടില്ല എന്നുമാണ്. ഇതുവരെയുള്ള ഡാറ്റകൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. ഈ കള്ളവാദങ്ങൾ തൊണ്ട തൊടാതെ വ്യവസായ വകുപ്പ് വിഴുങ്ങുന്നു എന്നതാണ് വാസ്തവം. ഇത്തരം പദ്ധതികൾ അല്ലെങ്കിൽ ഇത്തരം വൈദ്യുതി പദ്ധതികൾ സ്വകാര്യമായി അത് സൗജന്യമായി ലഭിച്ചില്ല എങ്കിൽ വ്യവസായങ്ങൾ പൂട്ടിപ്പോകുമെന്നുള്ള വീരവാദത്തെ നമ്മൾ ഗൗനിക്കേണ്ടതുണ്ടോ? അത് കേട്ട് നമുക്ക് നമ്മുടെ പൊതുസ്വത്തുക്കൾ ഇത്തരം കമ്പനികൾക്ക് സൗജന്യമായി നൽകേണ്ടതുണ്ടോ? KSEBയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായാണ് സർക്കാർ ഈ കരാർ നീട്ടി നൽകാൻ തീരുമാനിച്ചത്. തമിഴ്നാട്ടിൽ വ്യവസായ സ്ഥാപനങ്ങൾക്കുള്ള വൈദ്യുതിയുടെ ചാർജ് കേരളത്തേക്കാൾ കൂടുതലാണ്. എന്നിട്ട് പോലും അവിടെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടാകുന്നില്ല എങ്കിൽ അത് രാഷ്ട്രീയ നിലപാടുകളുടെയും ഇടപെടലുകളിലെയും ഫലമാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധം നമ്മുടെ സർക്കാരിന് ഇല്ലാതെ പോകുന്നുണ്ടോ? വ്യവസായ സ്ഥാപനങ്ങൾക്ക് തമിഴ്നാട്ടിൽ ചാർജ് കൂട്ടിക്കൊടുക്കുമ്പോൾ അവിടെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് വൈദ്യുതി ചാർജ് KSEBയുടേതിനേക്കാൾ വളരെ കുറവാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിൽ നിന്ന് അടച്ചുപൂട്ടിപ്പോയ വ്യവസായ സ്ഥാപനങ്ങളെല്ലാം വൈദ്യുതിയും പൊതുസ്വത്തും സൗജന്യമായി നൽകാത്തത് കൊണ്ട് പോയതല്ല എന്ന് നമുക്കറിയാവുന്നതാണ്. വ്യവസായ സൗഹൃദം എന്നാൽ പൊതുസമ്പത്ത് വീതം വെച്ച് കൊടുക്കണമെന്നാണോ അർത്ഥമാക്കുന്നത്? ഇപ്പോഴത്തെ വ്യവസായ വകുപ്പ് മന്ത്രി കാലങ്ങളായി യൂണിയൻ നേതാവായിട്ടുണ്ടായിരുന്ന കമ്പനി കൂടിയാണല്ലോ കളമശ്ശേരിയിലെ കാർബോറാണ്ടം യൂണിവേഴ്സിറ്റി ലിമിറ്റഡ് കമ്പനി. സ്വാഭാവികമായി ഈ കമ്പനി മുതലാളിയുമായി കാര്യമന്ത്രിക്ക് ഉണ്ടായേക്കാവുന്ന ആത്മബന്ധം നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അമിതാവേശവും പ്രത്യേക താല്പര്യവും കണക്കിലെടുക്കുമ്പോൾ തെരഞ്ഞെടുത്ത ജനതയെ സർക്കാർ ബോധപൂർവം മറക്കുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാർബോറാണ്ടം യൂണിവേഴ്സിറ്റി ലിമിറ്റഡ് നടത്തിയ നിയമലംഘനം എന്താണ്? 1991 മെയ് 18 KSEBയും കാർബോറാണ്ടം യൂണിവേഴ്സിറ്റി ലിമിറ്റഡ് കമ്പനിയും തമ്മിൽ കരാറുണ്ടാക്കിയത്. 1994 ഉൽപാദനം തുടങ്ങുന്നത്. അന്നു മുതൽ 30 വർഷത്തെ കാലാവധിക്ക് ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ BOOT അടിസ്ഥാനത്തിലാണ് ഈ കരാർ രൂപം കൊള്ളുന്നത്. KSEBക്കുണ്ടായ നാശനഷ്ടത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് 2022 ഊർജ്ജ വകുപ്പ് സെക്രട്ടറിക്ക് KSEB കത്ത് നൽകിയിട്ടുണ്ട്. ഈ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന കരാർ ലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് KSEB തന്നെ ഇതിനു മുൻപ് പലതവണ കമ്പനിക്ക് കത്ത് നൽകിയിട്ടുള്ളതാണ്. ഈ പദ്ധതിയിൽ നിന്ന്
1994 മുതൽ ഉൽപാദനം തുടങ്ങി പ്രതിവർഷം 3 കോടി യൂണിറ്റ് വൈദ്യുതി ഉൽപാദനം നടന്നിരുന്നു. KSEBക്കും പരിമിതമായ തോതിൽ വൈദ്യുതി ലഭിച്ചിരുന്നു. എന്നാൽ എത്രത്തോളം പ്രാധാന്യം ലഭിച്ചു, എന്ത് നിരക്കിൽ ലഭിച്ചു എന്നീ കാര്യങ്ങൾക്ക് ഇനിയും വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. എക്സ്ട്രാ ഹൈ ടെൻഷൻ കമ്പനികൾക്ക് KSEB വൈദ്യുതി വിൽക്കുന്ന വിലയ്ക്ക് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കാർബോറാണ്ടം കമ്പനിക്ക് ഈ കരാർ നീട്ടിക്കിട്ടിയാൽ ഏതാണ്ട് 650 കോടി രൂപയുടെ ലാഭമുണ്ടാകുമെന്നും പരോക്ഷ മൂല്യം ഏതാണ്ട് 5000 കോടി എന്നും പറയുമ്പോൾ സർക്കാരിന്റെ താല്പര്യം ആരോടാണ് എന്നും എന്തിനാണ് എന്നും വ്യക്തമാകുന്നു. സാധാരണ ഈ പിടിപ്പുകേടും ഈ അലസതയും താല്പര്യക്കുറവും എല്ലാം ഉണ്ടാകുന്നത് KSEBയിലാണ്. ഇവിടെ KSEB ആവശ്യപ്പെട്ടിട്ടും സർക്കാർ കമ്പനിക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ വാദങ്ങളെല്ലാം തെറ്റാണ് എന്നും കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ് നടന്നത് എന്നും ഒരു കാരണവശാലും ഈ കരാർ നീട്ടി നൽകരുത് എന്നും ഈ കരാർ നീട്ടി നൽകിയാൽ അത് KSEBക്കും ജനങ്ങൾക്കും വലിയ നഷ്ടമുണ്ടാകുമെന്നും ഉൽപാദനം കുറയുമെന്നുള്ള വാദം എല്ലാം തള്ളിക്കൊണ്ടാണ് കരാർ നീട്ടാൻ തീരുമാനിച്ചത്. എന്താണ് ഈ കരാർ ലംഘനം? ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു കമ്പനിയിൽ വളരെ വില കുറഞ്ഞ ചിലവിൽ പകൽ സമയങ്ങളിൽ വൈദ്യുതി ലഭിക്കുമ്പോൾ ഈ കാർബോറാണ്ടം കമ്പനി ആ വൈദ്യുതി വാങ്ങുകയും അതേസമയത്ത് മണിയാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി KSEBക്ക് നൽകുകയും ചെയ്യും. ഈ മണിയാർ ഡാമിൽ നിന്നും KSEBക്ക് പകൽ സമയങ്ങളിൽ നൽകുകയും അതേ അളവിലുള്ള വൈദ്യുതി പീക്ക് സമയങ്ങളായ രാത്രി സമയങ്ങളിൽ KSEBയിൽ നിന്ന് കാർബോറാണ്ടം കമ്പനി തിരിച്ചെടുക്കുകയും ചെയ്യും. ഈ സമയങ്ങളിൽ പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതിക്ക് വലിയ വില ആയതുകൊണ്ട് കാർബോറാണ്ടം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ ചിലവിൽ വൈദ്യുതി ലഭിക്കുകയും എന്നാൽ ഭീകരമായ നഷ്ടം KSEBക്ക് അതുവഴി ഉണ്ടാവുകയും ചെയ്യും. മണിയാർ ഡാമിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിക്ക് ഒരു യൂണിറ്റിന് 50 പൈസ മാത്രം ഉൽപാദന ചെലവ് വരുന്ന വൈദ്യുതിയാണ് എക്സ്ട്രാ ഹൈ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് KSEB വൈദ്യുതി നൽകുന്ന വിലയ്ക്ക് കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് കമ്പനി KSEBക്ക് വൈദ്യുതി വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത്. 2003 ഇലക്ട്രിസിറ്റി ആക്ട് നിലവിൽ വന്നതോടുകൂടി ഓപ്പൺ ആക്സസ് നടപ്പിലായി. ക്യാപ്റ്റീവ് പവർ പ്രോജക്ട് ഉപയോഗിക്കുന്ന വ്യവസായങ്ങൾ സ്വന്തമായ വൈദ്യുതിയും വിപണിയിൽ നിന്ന് ഇടനിലക്കാരില്ലാതെ ഉൽപാദകരിൽ നിന്ന് വൈദ്യുതി നേരിട്ട് വാങ്ങാം എന്നായി. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി പൂർണ്ണമായും സ്വന്തം ഉപയോഗിക്കണമെന്നും ബാക്കി വരുന്ന വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകണമെന്നുള്ള അവസ്ഥയ്ക്ക് മാറ്റം വന്നു. 2003 ഇലക്ട്രിസിറ്റി ആക്ട് നിലവിൽ വന്നപ്പോൾ ഈ കരാർ പുതുക്കേണ്ടതായിരുന്നു. KSEBയുടെ എല്ലാ കാര്യത്തിലുമുള്ള കെടുകാര്യസ്ഥത ഇവിടെയും ഉണ്ടായി. അതുകൊണ്ട് 50 പൈസയുടെ വൈദ്യുതി 6 രൂപ 96 പൈസയ്ക്ക് KSEB കാർബോറാണ്ടം കമ്പനിയിൽ നിന്ന് വാങ്ങേണ്ടി വന്നു. നമ്മൾ സോളാർ പാനലുകൾ ഉപയോഗിച്ച് വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പകൽ ഗ്രിഡിലേക്ക് കൊടുത്തിട്ട് പീക്ക് സമയങ്ങളിൽ തിരിച്ചു വാങ്ങുമ്പോൾ KSEBക്ക് ഉണ്ടാകുന്ന നഷ്ടം എത്രയാണോ അതിന്റെ എത്രയോ 1000 മടങ്ങായിരിക്കും ഈ കാർബോറാണ്ടം കമ്പനി വഴി കഴിഞ്ഞ 30 വർഷം കൊണ്ട് KSEBക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇങ്ങനെയുള്ള ഈ നഷ്ടങ്ങളാണ് ചാർജ് വർധനവ് വഴി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓപ്പൺ ആക്സസ് വഴി KSEBയിൽ നിന്ന് വൈദ്യുതി വാങ്ങി KSEBക്ക് തന്നെ വിൽപ്പന നടത്തുന്ന ചതിയും ഇതിന്റെ കൂടെ നടന്നു. നിലവിൽ ഈ കാർബോറാണ്ടം കമ്പനിക്ക് ആവശ്യമുള്ളതിന്റെ 17% മാത്രമാണ് മണിയാറിൽ നിന്ന് കിട്ടുന്നത് എന്ന് പരിഭവം പറയുന്ന ഈ കമ്പനികളും ന്യായീകരണക്കാരും മനസ്സിലാക്കേണ്ടത് ഇനി ഒരു 10 പദ്ധതികൾ കൂടി ഈ കാർബോറാണ്ടം കമ്പനി തുടങ്ങിയാൽ ഈ മണിയാറിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതി ഇവർക്ക് ഒരു തരത്തിലും പര്യാപ്തമാകില്ല എന്ന് നന്നായി അറിയാം. എന്നാൽ മണിയാർ പോലെയുള്ള ഒരു പദ്ധതി കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞതുപോലെ പകൽ വളരെ വില കുറച്ച് കിട്ടുന്ന വൈദ്യുതി വാങ്ങുകയും മണിയാർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി 7 രൂപ വിലയ്ക്ക് KSEBക്ക് വിൽപ്പന നടത്തി കോടികൾ ലാഭമുണ്ടാക്കാനും സാധിക്കൂ. KSEBയുടെ 50 പൈസയുടെ വൈദ്യുതി KSEBക്ക് തന്നെ 7 രൂപയ്ക്ക് വിൽക്കാൻ കഴിയുന്ന മായാജാലം നടക്കണമെങ്കിൽ ഈ മണിയാർ പദ്ധതി കാർബോറാണ്ടത്തിന്റെ കയ്യിൽ തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. ഇതിനാണ് സർക്കാർ ഇപ്പോൾ കൂട്ടുനിൽക്കുന്നത്. ഇത് സാധാരണക്കാരായ ജനങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക? മണിയാർ ജലവൈദ്യുതി പദ്ധതിയിലൂടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് 12 മെഗാവാട്ട് വൈദ്യുതിയാണ്. 10 മെഗാവാട്ട് വെച്ച് നമ്മൾ കണക്ക് കൂട്ടിയാൽ ഒരു ദിവസം 2,40,000 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഒരു വർഷം 8,76,00,000 യൂണിറ്റ് വൈദ്യുതി. ഇതിന്റെ ഉൽപാദന ചെലവ് 4,50,00,000 രൂപയാണ്. ഈ വൈദ്യുതി KSEBക്ക് തന്നെ വിറ്റാൽ കിട്ടുക 61 കോടി രൂപയാണ്. 4.5 കോടി രൂപയുടെ വൈദ്യുതി 61 കോടി രൂപയ്ക്ക് KSEBക്ക് വിൽക്കുമ്പോൾ ഒരു വർഷം 56 കോടി രൂപ KSEBക്ക് നഷ്ടമുണ്ടാകുന്നു.
വെറും 12 മെഗാവാട്ട് മാത്രം ഉൽപാദനം നടത്തുന്ന കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് വൈദ്യുതി വാങ്ങി 56 കോടിയുടെ ബാധ്യത സാധാരണക്കാരായ ഈ നാട്ടിലെ ഗാർഹിക ഉപഭോക്താക്കളുടെ തലയിൽ ഒരു ഭാരമായി വരുന്നു. വൈദ്യുതി ചാർജ് വർധനവിന് ഇതും പ്രധാന കാരണമാകുന്നു. ഇന്നത്തെ വിലയനുസരിച്ച് 25 വർഷം കൊണ്ട് 1400 കോടിയുടെ ബാധ്യത ഈ സർക്കാരും KSEBയും കൂടി നമ്മുടെ തലയിൽ വെച്ച് തരും. സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ KSEBയുടെ വാദത്തെക്കാൾ കൂടുതൽ കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയുടെ വാദങ്ങൾക്ക് വില കൊടുക്കുന്ന വ്യവസായ വകുപ്പിനെയും അതിന് പിന്തുണയ്ക്കുന്ന സർക്കാരിനെയുമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. KSEBയുടെ എതിർപ്പിനെ പരിഗണിക്കേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിച്ചു. അതുവഴി ജനങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും പരിഗണിക്കപ്പെടുന്നില്ല. വ്യവസായ വകുപ്പ് മന്ത്രി യൂണിയൻ നേതാവായിരുന്ന കമ്പനിയുടെ വാദം മാത്രം പരിഗണിച്ചാൽ മതി എന്ന ജനാധിപത്യ വിരുദ്ധമായ നിലപാടിലേക്ക് സർക്കാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എത്തിച്ചേർന്നു. വൈദ്യുതി മന്ത്രിയുടെ തീരുമാനം എന്നാൽ അത് യൂണിയൻ തീരുമാനം എന്നുമാണല്ലോ പറയുന്നത്. യൂണിയനാണെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടേതുമാണ്. എന്നിട്ടും KSEBയുടെ വാദം നിസ്സാരമായി തള്ളപ്പെട്ടു. സാധാരണയായി KSEBയ്ക്ക് ഉണ്ടാകുന്ന പിടിപ്പുകേടും കെടുകാര്യസ്ഥതയും അലസതയും ഇവിടെയും വ്യക്തമാണ്. ഒരു പൊതുമേഖലാ സ്ഥാപനത്തോടുള്ള ഉത്തരവാദിത്വം ഒരിക്കലും KSEBയിലെ ഉന്നതരായ ജീവനക്കാരിൽ നിന്ന് ഉണ്ടാകാറില്ല. മണിയാർ ജലവൈദ്യുത പദ്ധതിയെ ഇന്നത്തെ ഈ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് KSEB തന്നെയാണ്. പൊതു താല്പര്യം അട്ടിമറിക്കാൻ വിദഗ്ധന്മാരാണ് KSEBയിലുള്ളത് എന്ന് പലകുറി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ത്യയിൽ വൈദ്യുതി മേഖലയിൽ സമഗ്രമായ മാറ്റത്തിന് കാരണമായ ഇലക്ട്രിസിറ്റി ആക്ട് 2003 നടപ്പിലായപ്പോഴും KSEB അത് അറിഞ്ഞ മട്ടുണ്ടായിട്ടില്ല. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി പൂർണ്ണമായും ഉപയോഗിക്കണം, ബാക്കിയുള്ളത് ഗ്രിഡിലേക്ക് നൽകണമെന്ന നിയമം ഇല്ലാതായതും KSEB അറിഞ്ഞില്ല. ഉപഭോക്താക്കൾക്ക് ഉൽപാദകരിൽ നിന്നും ഇടനിലക്കാരില്ലാതെ നേരിട്ട് വൈദ്യുതി വാങ്ങാമെന്ന ഓപ്പൺ ആക്സസ് നിലവിൽ വന്നതും KSEB അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കാർബോറാണ്ടം എന്ന ഈ കമ്പനി വൈദ്യുതി വാങ്ങുന്നതും വിൽക്കുന്നതും KSEB അറിയാതെയായി. കാലഹരണപ്പെട്ട പുതിയ ഇലക്ട്രിസിറ്റി ആക്ട് നിയമത്തോടെ ഇല്ലാതാകേണ്ടുന്ന 1991 KSEBയും കാർബോറാണ്ടം തമ്മിലുള്ള കരാർ 2003 ശേഷം പുതുക്കേണ്ടതായിരുന്നു. അത് KSEB ചെയ്യാതിരുന്നതാണ് പൊതുജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഈ നേട്ടങ്ങൾ കോടികളായി കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ മണിയാർ പദ്ധതി കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് വിട്ടുകൊടുത്ത് ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുന്നത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. സമീപ ഭാവിയിൽ തന്നെ അതിന്റെ പ്രത്യാഘാതം നമ്മൾ നേരിടേണ്ടി വരും. ഇത്തരം പദ്ധതികളിൽ നടക്കുന്ന 10ഓളം വരുന്ന പദ്ധതികൾ വേറെയുണ്ട്. കുത്തുങ്കൽ 21 മെഗാവാട്ട്, ഉള്ളുങ്കൽ 7 മെഗാവാട്ട്, ഇരുട്ടുകാനം 3 മെഗാവാട്ട്, കരിക്കയം 15 മെഗാവാട്ട്, മാങ്കുളം 40 മെഗാവാട്ട്, കല്ലാർ പത്താങ്കയം 6 മെഗാവാട്ട്, അരിപ്പാറ 4.5 മെഗാവാട്ട്, ആനക്കാമ്പിൽ 2 മെഗാവാട്ട്. ഇത്രയും പദ്ധതികൾ ഇനിയും ഇതുപോലെയുള്ള വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പദ്ധതികളാണ്. ഈ പദ്ധതികൾ ഒന്നും ഇനി തിരിച്ചു കിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതുപോലെയുള്ള തെറ്റായ നയങ്ങളുടെ പരിണിത ഫലമായിട്ടാണ് KSEB പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇങ്ങനെ അധപ്പതിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവിതത്തെ KSEBയെ പോലെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം നിലപാടുകളിൽ നിന്ന് സർക്കാർ പിന്തിരിയേണ്ടതുണ്ട്. ജനങ്ങൾക്ക് ഇത്രയേറെ സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഇത്തരം നിലപാടുകളിൽ നിന്ന് സർക്കാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിന്തിരിയണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. നമ്മുടെ അഭ്യർത്ഥനയും അതാണ്.